ഈ ദുഃഖവെള്ളിയാഴ്ച ദുഃഖത്തിന് വരും പേടി തോന്നിയ ആരും കൊണ്ടോ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ദുഃഖവെള്ളിയാഴ്ച അമ്മ ഞങ്ങളെ ഒന്ന് പുറത്ത് പോയി കളിക്കാൻ സമ്മതിക്കത്തില്ല, അകത്തിരുന്ന് കളിക്കാൻ സമ്മതിക്കത്തില്ല, വീടിൻ്റെ അകത്തൊരു ടി വി വെക്കാൻ സമ്മതിക്കത്തില്ല, വീട്ടിൽ ഉറക്കെ സംസാരിക്കാൻ പറ്റത്തില്ല, ഉറക്കെ ചിരിക്കാൻ പറ്റത്തില്ല. ഇനി ഇതെല്ലാം കാണിച്ചാലോ അടിപൊളി അടി. അടിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നമ്മളെക്കാളും ഉറക്കെ നമ്മളെ വഴക്ക് പറയുകയും ചെയ്യാം, തെറി പറയുകയും ചെയ്യാം. നമ്മൾ ഒച്ച വെക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ സ്വഭാവമല്ലേ, അടി മേടിച്ച് കിട്ടും. ഇനി അത് മാത്രമാണോ? എന്നാന്ന് പോയി അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും ഈശോ മരിച്ച ദിവസമാണ്. ഞാൻ പറഞ്ഞു കർത്താവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിൻ്റെ അകത്തൊരു ഇരുളിമയും രാവിലെ മുതൽ പ്രാർത്ഥനയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഓർക്കും കുടുംബത്തിൽ ശരിക്കും ആരോ മരിച്ചിട്ടുണ്ട്. ഒന്നും വലിയ ബോധമില്ല. അത് മാത്രമാണോ? ഈ ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒറ്റ നേരം കഞ്ഞിയും പയറും ഉള്ളൂ, നല്ല ചോറും കറിയൊന്നുമില്ല. പക്ഷെ ഒരു ഗുണമുള്ളത്, തലേദിവസത്തെ പെസഹായുടെ അപ്പവും പാലും കാണും. പിന്നെ അത് 3 നേരം അടിച്ച് വയറ് നിറയ്ക്കും. ഇത് എൻ്റെ വീട്ടിൽ മാത്രമുള്ള ആചാരമായിരുന്നോ, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ? പക്ഷേ എനിവേ, ഇപ്പം ഞാൻ ദുഃഖവെള്ളിയാഴ്ചനെ പറ്റി, പഴയ ദുഃഖവെള്ളിയാഴ്ചനെ പറ്റി ഞാൻ ഈ വീഡിയോ ഇട്ടുന്ന അമ്മയെങ്ങാനും കണ്ടെങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച ശരിക്കും ഒരു മരണം സംഭവിക്കും.